എത്ര ഭർത്താക്കന്മാരാണ് കരയുന്നത്, സങ്കടപ്പെടുന്നത്. ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ അന്ന് ഞാൻ ശ്രീകണ്ഠപുരം മാലിക് ദിനാർ ദർസ് അവിടെ പള്ളിയിലെ മുദരിസും ഖതീബുമായിരുന്നു. ഒരു ദിവസം ഉണ്ട് ഒരാൾ വരുന്നു, രാവിലെ ഉണ്ട് ഒരാൾ വരുന്നു, കുട്ടികളുണ്ട്, കൂട്ടിയിട്ട് ദർസിലേക്ക് റൂമിലേക്ക് വരുന്നു. താഴെ സിയാറത്ത് ചെയ്യാൻ വന്നതാ, തളിപ്പറമ്പുള്ള ഒരാളാ. ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആരോ സാധു പറഞ്ഞു, ഇയാൾ ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ വന്നതാ, സിയാറത്തിന് വന്നപ്പോൾ കുട്ടികളോട് ചോദിച്ചിട്ട് കയറിയതാ, എൻ്റെ വയറെല്ലാം കേൾക്കലുണ്ടെന്നു. പിന്നീട് ആ വീട്ടിൽ ഞാൻ പോയിട്ടുമുണ്ട്. അപ്പൊ അന്ന് ഒരു പരിചയമില്ലാത്ത ഒരാളാ വന്നത്. ഇയാൾ എന്നോട് വന്നിട്ട് പറയണം, ഉസ്താദേ നമ്മൾ ശരിക്കും കേൾക്കണേ, നമ്മളെ പെണ്ണുങ്ങൾക്കല്ലോ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇയാൾ പറയണം, ഉസ്താദേ ഇന്ന് രാവിലെ ഇങ്ങോട്ട് സിയാറത്തിന് ഇറങ്ങാനുള്ള കാരണം, ഇയാൾ 28 കൊല്ലം മസ്കത്തിൽ ജോലി ചെയ്ത ആളാ, ഒരു കമ്പനിയിൽ 28 കൊല്ലം. അപ്പം 3 മക്കളുണ്ട്, പെൺകുട്ടികളെല്ലാം കെട്ടിച്ചു. ആൺകുട്ടികൾ 2-3 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതെല്ലാം 2-3 അവരും എല്ലാം ഗൾഫിൽ പോയി ഉഷാറാ. അങ്ങനെ ഇയാൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് 2 മാസമായി നാട്ടിലെത്തിയിട്ട് എല്ലാം റെഡിയായി, ബാധ്യത എല്ലാം കഴിഞ്ഞ് നല്ല വീട്. ആ തലേ ദിവസം എൻ്റെ അടുക്കൽ വരുന്നതിന് തലേ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ ഇയാളെ ഭാര്യ ഇയാളോട് ചോദിക്കാണ്, നിങ്ങൾ ഇനി പോകുന്നില്ലേ, ഉണ്ടോ നിങ്ങൾ ഇനി പോകുന്നില്ലേ? ഇയാൾ ചോദിച്ചു, ഞാൻ ആടെ പോയി എന്താക്കാനാണ്, 28 കൊല്ലം നിന്ന് മക്കളെല്ലാം കെട്ടിച്ച് എല്ലാം റെഡിയാക്കി എല്ലാവരും പോയി നല്ല പോരെയായി, ഇനി പെണ്ണുങ്ങൾക്കും മാപ്പിളക്കും കവറിൽ പോകേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് പെണ്ണുങ്ങൾ ചോദിക്കാണ് ഉറങ്ങുമ്പോൾ ഇയാളോട്, നിങ്ങൾ ഇനി പോകുന്നില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ ആടെ പോയിട്ട് എന്താക്കാനാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇയാളോട് ചോദിക്കാണ്, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്താക്കാനാണ്? എന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് എന്താക്കാനാണെന്ന് പെണ്ണുങ്ങൾ ചോദിക്കുക. സുബ്ഹാന ജല്ല ജലാലു. ഇയാളിത് പറയുമ്പോ ഞാനിത് ചിരിച്ചു പറയുന്ന പോലെ നിങ്ങൾ ആലോചിക്കണ്ട. ഇയാള് പറയുമ്പോ കണ്ണിങ്ങനെ വെള്ളം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കരഞ്ഞുകൊണ്ടാണ് ഇയാൾ പറയുന്നത്, ഉസ്താദേ ഇതെന്റെ ഭാര്യ ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അധ്വാനിച്ച് പൊരയുണ്ടാക്കി മക്കളെയും കെട്ടിച്ച് ആൺകുട്ടികളെല്ലാം പഠിപ്പിച്ച് ഗൾഫ് കൊണ്ടുപോയി ഉഷാറായി. എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും, നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താക്കാനാണ്? ഇയാൾ എന്നോട് ചോദിക്കുന്നു, ഉസ്താദേ എൻ്റെ ഭാര്യ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ സമാധാനത്തിന് കുറച്ച് സ്വലാത്തെല്ലാം വേണ്ടി പറഞ്ഞു ദ്വാർന്നു കൊടുത്തു എന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നെ ആ സൗഹൃദം വളർന്നു, ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, എത്ര പെണ്ണുങ്ങളാണ് സുബ്ഹാനല്ലാഹ് ഭർത്താക്കന്മാരെ സങ്കടപ്പെടുത്തുന്ന ഭാര്യമാരെത്ര. ഞാൻ ചോദിക്കട്ടെ ഉമ്മമാരെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചാലോചിക്കുമോ? സത്യത്തിൽ ആരാണ് ശക്തരായ ആളുകളുടെ ഒരു ചോദ്യമാണ്. ആരെയും വെറുപ്പിക്കാനോ വെറുത്തിട്ടോ അല്ല, കൽബ് തുറന്നിട്ട് കേൾക്കണേ. ആണുങ്ങളാണോ കൂടുതൽ ശക്തിയുള്ള ആളുകൾ, പെണ്ണുങ്ങളാണോ കൂടുതൽ ശക്തിയുള്ളത്? പറ, ആണുങ്ങളാ പെണ്ണുങ്ങളാ? ആരോഗ്യം ആർക്കാ കൂടുതൽ? ആണുങ്ങൾക്ക് തന്നെയല്ലേ? അതിന് ഡൗട്ടുണ്ടോ? ആണുങ്ങൾക്കാണ് ആരോഗ്യം പൊതുവെ കൂടുതലുള്ളത് അല്ലേ? ഞാനിങ്ങനെ പോകുമ്പോൾ, വയലിനൊക്കെ പോകുമ്പോൾ ദ്വാരക്കുന്നതിന് മുമ്പ് ചോദിക്കും, നിങ്ങളെ വീട്ടിൽ ഉപ്പയുമ്മയെല്ലാം ഹയാത്തിലുണ്ടോ? അധിക വീട്ടിൽ നിന്നും കിട്ടുന്ന മറുപടി, ഉപ്പ ഇല്ല ഉസ്താദേ, ഉമ്മ ഉണ്ട്. അള്ളാഹു ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എൻ്റെ വാപ്പ ഖബറിലാണ്, ഖബർ സ്വർഗ്ഗാക്കണേ അല്ലാഹ്. ഉമ്മക്ക് ആഫിയത്ത് കുറവുണ്ട് അല്ലാഹ്, പരിപൂർണ്ണ ആഫിയത്ത് കൊടുത്ത് തണൽ നീട്ടിത്തരണേ അല്ലാഹ്. ഞാൻ ഉമ്മ വിരോധി ആയതുകൊണ്ടല്ല, ഇപ്പോൾ വരുമ്പോഴും എൻ്റെ ഉമ്മ വീട്ടിലുണ്ട്, ഉമ്മാനെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങാറുള്ളത്. അല്ലാഹ്, ഞാൻ പറഞ്ഞത് അധിക വീട്ടിലുള്ളൊരവസ്ഥയാണ്. ഉപ്പ മരിച്ചുപോയി, ഉമ്മ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചിട്ട്, മനുഷ്യന്റെ ഈ ഉഷാറും പവറും തടിയും വണ്ണമെല്ലാം നോക്കിയാൽ കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത് ആരാണ്? ശരിക്ക് ആണുങ്ങളല്ലേ? ഉപ്പയല്ലേ ജീവിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഉപ്പമാരാദ്യം തന്നെ തീർന്നു പോകുന്നത്? നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താക്കാനാന്ന് ചോദിച്ചില്ലേ? അങ്ങനത്തെ ഉമ്മമാരുടെ ചോദ്യം കൊണ്ടാ സുബ്ഹാന ജല്ല ജലാലു ഈ ലോകത്തെ ഏറ്റവും സ്വാതന്ത്ര്യമില്ലാത്തവർ ആരാന്ന് നിങ്ങൾക്കറിയോ? പെണ്ണുങ്ങളല്ല, പെൺകുട്ടികളല്ല. ചില ആൾ പറയും പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, അതൊക്കെ വെറുതെ ഓരോരുത്തർ തട്ടിവിടുന്നതാണ്. ശരിക്കും സ്വാതന്ത്ര്യമില്ലാത്തവരാരാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു വീട്ടിൽ അതാ ഒരു പെൺകുട്ടി വളരെയാണ്, അല്ലെങ്കിൽ മക്കൾ വളരെയാണ്, ഓട്ടോറിക്ഷ എടുക്കുന്ന ചെറുപ്പക്കാരനാണ്, അല്ലെങ്കിൽ 10-45 വയസ്സുള്ള ഒരാളാണ്, അയാൾ ഓട്ടോറിക്ഷ എടുക്കുന്ന ആളാണ്, ബസ്സിന്റെ ഡ്രൈവറാണ്, മരം വലിക്കുന്ന ആളാണ്. 1-2 തവണ ഗൾഫിൽ പോയി കുറേ പണിയെല്ലാം ചെയ്തു, കുറച്ച് പൈസ എല്ലാം കിട്ടി. ആ കിട്ടിയതൊരു കച്ചവടത്തിനിട്ട് അതൊക്കെ കൂടെ പൊട്ടി.
അങ്ങനെ വലിയ സങ്കടത്തിലും പ്രതിസന്ധിയിലൊക്കെ ആയി നിൽക്കുകയാണ്. ആകെ പ്രയാസകരമാണ്. പെണ്ണുങ്ങൾ ചോദിക്കാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ, നിങ്ങൾക്കിങ്ങനെ നടന്നാൽ മതിയോ? മോളെ കെട്ടിക്കാനായില്ലേ? ഇയാളാകെ ബേജാറ് തന്നെ ഇയാളുള്ളത്. നിങ്ങൾക്ക് മകളെ കെട്ടിക്കണ്ടേ? നിങ്ങളിങ്ങനെ ആലോചിങ്ങനെ നടന്നാൽ മതിയോ? ഇയാള് ദിവസം അധ്വാനിക്കുന്ന ആളാണ്, വെറുതെ ഇരിക്കുന്ന ആളല്ല. ഇയാള് പറഞ്ഞ് ശരിയാവും, അള്ളാഹുത്തലൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാവും, ഇൻഷാ അല്ലാഹ് ശരിയാകും, ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് കുത്തിരുന്നോ? അപ്പുറത്തെ പണ്ട ഇവിടെ പഠിച്ച പണ്ടാലും മംഗലം കഴിഞ്ഞില്ലേ? അള്ളാഹു തആലയാണ് മകളെ തന്നൊരു വഴി അല്ല തുറക്കാതിരിക്കൂല. ഞാൻ എല്ലാവരോടും ബന്ധപ്പെടുന്നുണ്ട്, ഖൈറിന്റെ വഴി അല്ല തുറന്നു തരും, അല്ലെങ്കിൽ നമ്മളെ മകൾക്ക് പറ്റിയ ഒരാളല്ല തരും. നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടിരുന്നോ? പിന്നെയും കുത്തന്നെ. അങ്ങനെ കുത്തി 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 പറയുമ്പോ ഇവളോട് ഇയാള് പറയാണ്, നീ ഇങ്ങനെ കുറെ വാശി പിടിച്ചത് കൊണ്ട് നടക്കുവോ? നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്തായാലും മകളെ കെട്ടിക്കാൻ കഴിയൂലല്ലോ. നേരം വെളുക്കുമ്പോഴേക്ക് എന്തായാലും പൈസ ഉണ്ടാക്കി മോളെ അങ്ങനെ കിടക്കാൻ പറ്റുമോ? അതുകൊണ്ട് സമയം വരുമ്പോ അല്ലാഹ് തരും, നീ കിടന്നുറങ്ങ്. എനക്ക് ഉറക്ക് കിട്ടൂല, ഓളെന്റെ മോളല്ലേ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങി. പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങി. സൗണ്ട് അങ്ങ് കൂടിയപ്പോൾ ഇയാള് പറഞ്ഞു, നീ കരയല്ലേ, മക്കളപ്പുറത്ത് എഴുന്നേറ്റ് വരും. ഉമ്മ ഉഷാറായിട്ട് കരഞ്ഞപ്പോ ഉറങ്ങാൻ കിടന്ന മക്കൾ മെല്ലെ വന്നു. കല്യാണ പെണ്ണും വന്നു, കല്യാണം കഴിക്കേണ്ട പ്രായമുള്ള മോളും വന്നു, അതിന്റെ അനിയന്മാരൊക്കെ വന്നു. ഉമ്മ കരയുന്ന ഉപ്പ ചോറിൽ നിൽക്കുമ്പോ മക്കള് കരുതുന്നത് ഉമ്മനെ ഉപ്പാന്തോ ചെയ്തു എന്നാണ്. ഉമ്മ കരയുന്ന കണ്ടപ്പോ മക്കളും കൂടി ഉഷാറായിട്ട് കരയാൻ തുടങ്ങി. ഉമ്മ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, മക്കളെ നിങ്ങൾ എന്തിനാണ് ഈ ഉമ്മാന്റെ പള്ളയിൽ ജനിച്ചത് എന്ന് പറഞ്ഞാൽ ഇയാളെ മക്കളായിട്ട് ജനിച്ചതെന്നാ ചോദിച്ചത്. നിങ്ങൾ എന്തിനാണ് എന്റെ പള്ളയിൽ ജനിച്ചത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയിപ്പോകാനായത്, ഒരു ബലയില്ലാണ്ടായി പോയത്. മക്കളെ നിങ്ങൾ ജനിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മാവും മക്കളും കൂടെ കരയുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വരാതെ, ഈ കുടുംബത്തിൽ ഉമ്മമാരെ നിങ്ങൾക്ക് കരയാം, നിങ്ങൾക്ക് വാശി പിടിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കരയാൻ സ്വാതന്ത്ര്യമുണ്ട്. മക്കളെ, നിങ്ങൾക്കും വീട്ടിൽ കരയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു മനുഷ്യൻ ഇങ്ങനെ കേൾക്കുമ്പോ അയാളെ മനസ്സിന്റെ വേദന എന്താ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പക്ഷെ അയാളെ സങ്കടം എന്താണെന്നറിയോ? നിങ്ങളെ മുമ്പ് അയാൾക്ക് കരയാൻ സ്വാതന്ത്ര്യമില്ല. ഒരു വീട്ടിലെ കുട്ടികൾക്ക് കരയാം, കുട്ടികൾക്ക് കരയാം, ഉമ്മക്ക് കരയാം. ഒരു വീട്ടിലെ ബാപ്പ കരഞ്ഞാൽ പിന്നെ ആ വീടെന്തിനാണ് കൊള്ളുക? അതുകൊണ്ട് ധൈര്യം സംഭരിക്കണം, അല്ലെങ്കിൽ ധൈര്യം അഭിനയിക്കണം. സിംഹം ഇരിക്കുന്നത് പോലെ ഉപ്പ ഇങ്ങനെ ഇരിക്കണം, നെരിക്കാവലിരിക്കുന്നത് പോലെ പിടിച്ചിരിക്കണം. അങ്ങനെ കുറെ സങ്കടങ്ങൾ ഉള്ളിലിട്ട് ഒതുക്കി 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 ജീവിച്ചപ്പോൾ പത്രത്തിൽ കാണുന്നു, ഹാജിയാര് രാത്രി ഉറങ്ങി എഴുന്നേറ്റില്ല, അറ്റാക്ക് വന്നുപോയി. ഡ്രൈവർ, അതാ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ അറ്റാക്ക് വന്നു മരിച്ചുപോയി. കണ്ടക്ടർ മരിച്ചുപോയി, മത്സ്യം വെക്കുന്ന ആള് മരിച്ചുപോയി, നിസ്കാരത്തിൽ മരിച്ചുപോയി. ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് പൊടുന്നനെ ഇടിവെറ്റേറ്റതുപോലെ വീണ് മരിക്കുന്നത് കാണുന്നുണ്ടോ? അറ്റാക്ക് സംഭവിക്കുന്നത് കാണുന്നുണ്ടോ? ഉമ്മമാരെ, നമ്മുടെ വീട്ടിൽ നിന്ന് അനാവശ്യമായ സമ്മർദ്ദം, അനാവശ്യമായ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാതെയുള്ള സമ്മർദ്ദം, ഈ പീഡനങ്ങൾ സഹിച്ചിട്ടാണ് ഈ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത്. നിങ്ങൾ മറന്നുപോകല്ല. ശരിക്കും ഞാൻ പറയട്ടെ, ഉമ്മമാരെക്കാൾ ആരോഗ്യമുള്ളത് ബാപ്പമാർക്കല്ലേ? ആ അടിസ്ഥാനത്തിൽ ബാപ്പമാരല്ലേ കുറെ കാലം താമസിക്കേണ്ടത്? ഇല്ല ഇല്ല, പരയങ്ങാനത്തില്ല, മൗവലില്ല, ഖദറിലില്ല, ഹദ്ദാദില്ല, ബേക്കലില്ല, കാസർഗോഡില്ല, ഒരു സ്ഥലത്തും ആണുങ്ങൾക്ക് ദീർഘായുസ് കിട്ടുന്നില്ല. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് നല്ല ബുദ്ധി നൽകട്ടെ. ഭർത്താവിന്റെ പൊരുത്തത്തിലാണ് ഉമ്മ നിങ്ങളുടെ സ്വർഗമുള്ളത്.